പതിറ്റാണ്ടുകളായി താൻ താമസിക്കുന്ന വീടിനും ഈ ഭൂമിക്കും പട്ടയം ആവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ താലൂക്കിനു മുന്നിൽ ഒറ്റയാൾ സമരം നടത്തിയ ആളാണ് അമ്മിണി ചേച്ചി. നവകേരള സദസ്സിലടക്കം പരാതികൾ നൽകി, അപേക്ഷകൾ നൽകി. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, ഇതുവരെ ഒന്നും ഒരു തീരുമാനമായിട്ടില്ല. അമ്മിണിയെ അയൽവാസി ഇങ്ങനെ കൊട്ടിയടച്ചിട്ട് 10 മാസം കഴിയുകയാണ്. പട്ടയം ലഭിക്കുന്നതിന് യോഗ്യതയുണ്ടെന്ന് 2 വില്ലേജ് ഓഫീസർമാർ ശുപാർശ നൽകി. എന്നാൽ കോടതിയിൽ നിന്നുള്ള അനുകൂല ഉത്തരവിന്റെ ബലത്തിൽ അയൽവാസി അമ്മിണിയുടെ ഭൂമി കൈവശപ്പെടുത്തി. ഇതോടെ 4 പതിറ്റാണ്ടായി താൻ വീട് വെച്ച് താമസിച്ചിരുന്ന സ്ഥലത്ത് അമ്മിണി കയ്യേറ്റക്കാരിയായി മാറി. അളക്കാൻ വന്നു, അതിനും ഒരു തീരുമാനമായിട്ടില്ല. ഞാൻ ഈ ഒറ്റയ്ക്ക് ഇരുന്നോണ്ട് എന്ത് ചെയ്യാൻ, എനിക്കിപ്പോൾ പാടില്ലാതുമായി പോയി. അവർ പറഞ്ഞ പട്ടയം തരാം. അന്നേരം ഇതെല്ലാം നാരായണൻ തടത്തല്ലി മാറ്റിക്കളയുകയാണ്. പട്ടയം കൊടുക്കാൻ പറ്റില്ല, അവരുടെ ഭൂമിയായിട്ട് പട്ടയം തരാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട്. അവരുടെ ഭൂമിയല്ല, 52 സെന്റ് പാത്തിക്കപ്പാട് തരിച്ചുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആത്മഹത്യ എങ്ങനെയാണെന്ന് ഓർത്തോണ്ടാണ്. താലൂക്കിന് മുന്നിലെ സമരത്തെ തുടർന്ന് അമ്മിണിയുടെ വീടിന് സമീപത്തെ 52 സെന്റ് മിച്ചഭൂമി അളന്നു കണ്ടെത്തുമെന്ന് റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിലും അമ്മിണി വഞ്ചിക്കപ്പെട്ടു. നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് മറുപടി പോലും ലഭിച്ചില്ല. ഈ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ധാരാളം ഭൂസ്വത്തുക്കൾ വേറെയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അയാളുടെ മക്കൾ 2 പേരും ഇപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. സമ്പന്നനായ ആ വ്യക്തിക്ക് ഇനി പുതിയതായിട്ട് ഈ വസ്തുവൊന്നും സർക്കാർ വസ്തു കൈവശം വെക്കാനോ പട്ടയം കിട്ടാനോ അർഹതയില്ല. അപ്പോൾ ഇവിടെ ശേഷിക്കുന്ന ഒരു 42 സെന്റ് തരിശ് വീണ്ടും കിടപ്പുണ്ട്. ആ തരിശ് അനധികൃതമായിട്ട് ഇദ്ദേഹം കൈവശം വെച്ചിരിക്കുക. അപ്പോൾ ആ വസ്തു പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത അമ്മിണി ചേച്ചിയെ പോലെയുള്ളവർക്ക് പട്ടയം കൊടുക്കാനായിട്ട് സർക്കാരിന് കഴിയും. കഴിഞ്ഞ 10 മാസമായി ജോലിക്ക് പോലും പോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവരെ സഹായിക്കാൻ ഒരു സമരസമിതി രൂപീകരിച്ചു എന്നത് മാത്രമാണ് ആശ്വാസം. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞ ആർ ഡി ഓഫീസിൽ നിന്ന് തൊടുപുഴ തഹസീൽദാരുടെ ഓഫീസിലേക്ക് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആ സാധനം 3 മാസം അത് അവരവിടെ പൂഴ്ത്തിവെച്ചു. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഇനി ഞങ്ങൾ താലൂക്ക് ഓഫീസിലേക്ക് അതിൻ്റെ അധികാരം കേന്ദ്രീകരിക്കുകയും ശക്തമായ സമര പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. വിധവയായി ഒറ്റയ്ക്ക് കഴിയുന്ന വൃദ്ധയ്ക്ക് എത്ര നാൾ ഈ പോരാട്ടം നടത്താൻ കഴിയുമെന്നറിയില്ല. പക്ഷേ പോരാടാൻ ഉറച്ചു തന്നെയാണ് ഇവർ. അതിന് വേണ്ടി ഞാൻ മരിച്ചാലും ശരി, എനിക്കിതിന് വിജയം കിട്ടണം. എല്ലാപ്പോൾ ഒരു രക്ഷയില്ലല്ലോ എനിക്ക്. ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ ത്യാഗം ചെയ്തിട്ട് മരിച്ചു എന്നെങ്കിലും കേൾക്കാനിടയാകട്ടെ മറ്റുള്ളവർക്കെങ്കിലും. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.